ഹരിയോ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ ഹനുമാൻ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. ഗായത്രി എന്നുള്ളത് ഒരു ഛന്ദസ്സിന്റെ പേരാണ്, അതായത് ഒരു വൃത്തമാണ്. ആ ഗായത്രി എന്ന ഛന്ദസ്സിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ മന്ത്രമായതുകൊണ്ട് ഇത് ഹനുമാൻ ഗായത്രി മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മന്ത്രത്തെ ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കും, അതുറപ്പാണ്. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. അപ്പോൾ നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ഹനുമാൻ ഗായത്രി മന്ത്രം. ഓം ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാത്. ഇതാണ് മന്ത്രം. ഇവിടെ ആദ്യമായി പറയുന്നത് ഓം എന്നാണ്. ഓം എന്ന് പറഞ്ഞാൽ ആത്മവാചിയായ ശബ്ദമാണ്. അതായത് മാണ്ഡൂക്യ ഉപനിഷത്ത് ഓംകാരത്തിന് 4 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയും. അകാരം, ഉകാരം, മകാരം, നിശബ്ദത. ഓം ജപിച്ചു കഴിയുമ്പോൾ ആ ഓം ചെന്ന് ലയിക്കുന്ന നിശബ്ദതയെ ഓംകാരത്തിന്റെ 4ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 4 ഭാഗങ്ങളോട് കൂടിയ ഈ ഓംകാരം മനുഷ്യന്റെ ബോധത്തെ സ്വസ്വരൂപത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ആത്മവാചിയായ ശബ്ദമാണ്. അതായത് അകാരം ജാഗ്രത അവസ്ഥയെ സൂചിപ്പിക്കുന്നു, ഉകാരം സ്വപ്നാവസ്ഥയെ സൂചിപ്പിക്കുന്നു, മകാരം സുഷുപ്തി എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു, ശേഷിക്കുന്ന നിശബ്ദത 4ാമത്തെ ഭാവത്തിലിരിക്കുന്ന ശുദ്ധമായ ബോധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓം എന്ന് ജപിക്കുന്ന സമയത്ത് നമ്മുടെ ബോധത്തെ നമ്മൾ ഈ 3 തലങ്ങളെയും തരണം ചെയ്ത് തന്നിലേക്ക് കൊണ്ടുവരണം. ജാഗ്രത് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ പുറമെയുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്ന തലമാണ്. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ലോകത്തെ കാണുമ്പോഴൊക്കെ നമ്മൾ ജാഗ്രത് അവസ്ഥയിലാണ്. അത് അകാരത്താൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓം എന്ന് ജപിക്കുമ്പോൾ അതിലെ അകാരം ഈ ജാഗ്രത അവസ്ഥയാണെന്ന് പറഞ്ഞ് അതിനെ ആദ്യം ഒന്ന് ധ്യാനിക്കണം. അത് കഴിഞ്ഞ് ഉകാരത്തിലേക്ക് വരുമ്പോൾ, ഓം എന്നിങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഉകാരത്തിലേക്ക് വരുമ്പോൾ ആ ജാഗ്രത്തിനെ തരണം ചെയ്ത് നമ്മൾ മനസ്സിലേക്ക് വരും. മനസ്സിന്റെ തലത്തിലെത്തുമ്പോൾ ഇന്ദ്രിയങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾ അവിടെ ഇല്ല, എന്നാൽ മനസ്സിന്റെ വിഷയങ്ങൾ അവിടെയുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നു. അതിനെ സ്വപ്നമെന്ന് വിളിക്കുന്നു. അപ്പോൾ അകാരം ജാഗ്രത്തിനെയും ഉകാരം സ്വപ്നത്തെയും സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ആ സ്വപ്നത്തെയും നമ്മൾ തരണം ചെയ്യുന്നു. അതായത് മനസ്സും ശാന്തമായി. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ വിഷയങ്ങളുടെ രാഹിത്യം, അതൊരു ശൂന്യതയായിട്ട് അനുഭവപ്പെടും. അതിനെ ബോധം അനുഭവിക്കുന്നു. ഇതാണ് 3ാമത്തെ തലം. അതിനെ നമ്മൾ സുഷുപ്തി എന്ന് വിളിക്കുന്നു. ഗാഠമായ നിദ്രയാണ് സുഷുപ്തി. സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ബോധമില്ല എന്നർത്ഥമില്ല. അവിടെ ബോധമുണ്ട്, പക്ഷെ ബോധത്തിന് അറിയത്തക്കതായ വിഷയം ഒന്നുമില്ലാത്തത് കൊണ്ട് അവിടെ സ്മരണകൾ രൂപപ്പെടുന്നില്ല. അപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ ഓർക്കത്തക്കതായി ഒന്നും അവിടെയില്ല, കാരണം വിഷയമില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ ഓർത്തില്ല, ബോധമില്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടെ ബോധമുണ്ട്. ബോധം 3 തലത്തിലുമുണ്ട്. ബോധം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. അത് മാണ്ഡൂക്യ ഉപനിഷത്ത് വ്യക്തമായി പറയുന്നു. അപ്പോൾ അകാരം ജാഗ്രത അവസ്ഥയെ, ഉകാരം സ്വപ്നാവസ്ഥയെ, മകാരം സുഷുപ്തി അവസ്ഥയെ. അപ്പോൾ ഓം എന്ന് ജപിക്കുമ്പോൾ ബോധത്തെ നമ്മൾ ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്കും കൊണ്ടുവന്ന് സുഷുപ്തിയിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുപോയാൽ, തരണം ചെയ്താൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും. ബോധം ബോധത്തെ തന്നെ തിരിച്ചറിയും. അവിടെ ബാഹ്യമായ അന്യമായ വിഷയങ്ങളില്ല. അവിടെ ബോധം മാത്രമേ ഉള്ളൂ. ആ തലത്തെ 4ാമത്തേത് എന്ന അർത്ഥത്തിൽ തുരീയമെന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ അതൊരു അവസ്ഥയല്ല, അത് നമ്മുടെ സ്വരൂപം തന്നെയാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും തരണം ചെയ്താൽ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനെ നിശബ്ദത സൂചിപ്പിക്കുന്നു. ഏതൊന്നിൽ നിന്നാണോ ഓംകാരം ഉദിച്ചത്, കാരണം ഓംകാരം ആരംഭിക്കുന്നത് ഒരു നിശബ്ദതയിൽ നിന്നാണ്. ഏതൊരു നിശബ്ദതയിലേക്കാണോ ആ ഓംകാരം തിരിച്ചു ചെന്ന് ലയിക്കുന്നത്, ഒരു തിര ഉയർന്ന് ആ കടലിലേക്ക് താഴുന്ന പോലെ ആ നിശബ്ദതയിൽ നിന്നും ഉയർന്ന് നിശബ്ദതയിലേക്ക് താഴുന്ന ഓംകാരം ആ നിശബ്ദതയാകുന്ന ബോധത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. ആ ബോധത്തെയാണ് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഓം എന്ന് ജപിക്കുന്ന സമയത്ത് അതൊരു സാധനയായിട്ട് മാറും. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ നടത്തുന്ന സാധന, ഒരു ധ്യാനമായിട്ട് അത് പരിണമിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഓം എന്ന് പറയുന്നത്. അപ്പോൾ ഓം എന്ന് ജപിക്കുമ്പോൾ ബോധത്തെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി തരണം ചെയ്ത് തുരീയം എന്ന തലത്തിൽ കൊണ്ടുവന്ന് നിർത്തണം. അതിനാണ് ഓംകാരം ജപിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നു ആഞ്ജനേയായ വിദ്മഹേ.
വിദ്മഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നു. ബഹുവചനമാണ്. പ്രാർത്ഥനകളൊക്കെ വിശേഷിച്ചും ഗായത്രി മന്ത്രങ്ങളൊക്കെ കൂട്ടമായിട്ടാണ് ജപിക്കുന്നത്. ഋഷീശ്വരന്മാർ ആ തലത്തിലാണ് അത് വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പൊ കൂട്ടമായിരുന്നു ജപിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്ന ഭാവത്തിലാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ അറിയുന്നു, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു, ഇതൊക്കെ ബഹുവചനങ്ങളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജപിച്ചാൽ അത് വളരെ വിശേഷമാണ്. ഗായത്രി മന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഭക്തരെല്ലാവരും കൂടി ഒരുമിച്ച് ജപിച്ചാലും വിശേഷമാണ്. ഇനി അങ്ങനെയൊന്നും ജപിക്കാൻ അവസരം കിട്ടുന്നില്ല, ഒറ്റയ്ക്കാണ് ജപിക്കുന്നതെങ്കിൽ തൻ്റെ ആൾക്കാരെ മുഴുവൻ സങ്കല്പിച്ചുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി താൻ ജപിക്കുന്നുവെന്ന രീതിയിൽ ഭക്തന്മാർക്ക് മുഴുവൻ വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയോ എന്ന ഭാവത്തിൽ ജപിക്കുകയും ചെയ്യാം. കാരണം ബഹുവചനമാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ധ്യാനിക്കുന്നു, അറിയുന്നു എന്നർത്ഥം വന്നു. അപ്പൊ വിദ്മഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നു. ആഞ്ജനേയായ വിദ്മഹേ, ആഞ്ജനേയായ എന്ന് പറയുന്നത് ചതുർത്ഥിയാണ്. അപ്പൊ ആഞ്ജനേയന് വേണ്ടി ഞങ്ങൾ അറിയുന്നു, അതായത് ആഞ്ജനേയനെ അറിയാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നർത്ഥം വന്നു. ആഞ്ജനേയൻ എന്ന് പറഞ്ഞാൽ അഞ്ജനയുടെ പുത്രനായിട്ട് അവതരിച്ച സാക്ഷാത് ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയെ അറിയാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു വായുപുത്രായ ധീമഹി. ധീമഹി എന്നാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. വായുപുത്രന് വേണ്ടി ഞങ്ങൾ ധ്യാനിക്കുന്നു. അതായത് ഞങ്ങളുടെ ശ്രമം വായുപുത്രനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഹനുമാൻ സ്വാമിയെ സാക്ഷാത്കരിക്കാനായിട്ട് ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു, ധ്യാനം അഭ്യസിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തന്നോ ഹനുമത് പ്രചോദയാൻ. തത് ഹനുമത്, ആ ഹനുമാൻ സ്വാമി ഞങ്ങളെ പ്രചോദയാത്, പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രേരണയെ, ആ ബലത്തെ, ആ ഊർജത്തെ ഹനുമാൻ സ്വാമി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഇതാണ് മന്ത്രം. ഇവിടെ 3 നാമങ്ങൾ വന്നു: ആഞ്ജനേയൻ, വായുപുത്രൻ, ഹനുമാൻ. ഈ 3 നാമങ്ങളും 2 തലത്തിൽ നമുക്ക് നോക്കാം. സ്ഥൂലമായും സൂക്ഷ്മമായും നോക്കാം. സ്ഥൂലമായി നോക്കുകയാണെങ്കിൽ നമുക്ക് കഥാഭാവത്തെ അറിയേണ്ടതുണ്ട്. ആഞ്ജനേയ സ്വാമി എങ്ങനെയാണ് അവതരിച്ചതെന്ന് അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ആ കഥയെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. കഥ ആരംഭിക്കുന്നത് പുഞ്ചികസ്ഥല എന്നു പേരുള്ള ഒരു അപ്സര സ്ത്രീയിൽ നിന്നാണ്. ഈ അപ്സര സ്ത്രീ ബൃഹസ്പതിയെ, അതായത് ദേവന്മാരുടെ മുഴുവൻ ഗുരുവിനെ തൻ്റെ പിതാവായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിനെ ഗുരുവായിട്ടും കണ്ടു. അദ്ദേഹത്തിന് ആവശ്യമുള്ള ശുശ്രൂഷയൊക്കെ ചെയ്തു കൊടുത്തു. ബൃഹസ്പതിക്കും പുഞ്ചികസ്ഥല മകളെ പോലെയായിരുന്നു, ശിഷ്യയായിരുന്നു. അപ്പോൾ അവളെ വളരെയധികം വാത്സല്യത്തോടു കൂടി അദ്ദേഹവും നോക്കിപ്പോയി. അപ്പോൾ ആശ്രമത്തിൽ ആവശ്യമുള്ള പുഷ്പങ്ങളൊക്കെ കാട്ടിൽ പോയി കൊണ്ടുവന്ന് മഹർഷിക്ക് ഉപാസന നടത്താനായിട്ട് സഹായിക്കുന്നതായിരുന്നു പുഞ്ചികസ്ഥലയുടെ പ്രധാനമായ വ്യവഹാരം. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ആ പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കാട്ടിൽ ചെന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് മുനിക്ക് കൊടുക്കും. അങ്ങനെ ബൃഹസ്പതി പൂജ നടത്തുമായിരുന്നു. ഒരു ദിവസം കുറേ നേരം കഴിഞ്ഞിട്ടും, അതായത് പൂജയുടെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടും പുഞ്ചികസ്ഥല മടങ്ങി വരുന്നില്ല. എന്തു പറ്റിയെന്നറിയാതെ വല്ലാത്ത വിഷമം ബൃഹസ്പതിക്ക് തോന്നി. അദ്ദേഹം സ്വയം കാട്ടിലേക്ക് ചെന്ന് അവളെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവളെ കണ്ടെത്തി. അപ്പോൾ പൂവിൻ്റെ കൊട്ടയും പിടിച്ചുകൊണ്ട് ഒരു മരത്തെ ചാരിക്കൊണ്ട് ദൂരെ നിൽക്കുന്ന ഗന്ധർവന്മാരുടെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്, മതിമറന്നുകൊണ്ട്. അപ്പോൾ പൂജ ചെയ്യേണ്ടതാണ്, ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കണം. അത് ലംഘിച്ചുകൊണ്ട് ഗന്ധർവന്മാരുടെ സൗന്ദര്യം നോക്കി നിൽക്കുന്നത് മഹാപരാധമാണ്. ആ അപരാധം ചെയ്തതുകൊണ്ട് അതിന് ദണ്ഡനം കൊടുത്തേ തീരൂ എന്ന് ഗുരുവിന്, അതായത് ബൃഹസ്പതിക്ക് മനസ്സിലായി. അദ്ദേഹം പുഞ്ചികസ്ഥലയെ വിളിച്ചു. അവളോട് പറഞ്ഞു, നീ വാനര സ്ത്രീയായിട്ട് പോയി ജനിക്കുക. തൻ്റെ അപരാധം തിരിച്ചറിഞ്ഞ പുഞ്ചികസ്ഥല അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് പ്രണമിച്ച്, അബദ്ധം പറ്റിപ്പോയതാണ്, അങ്ങയുടെ ശിക്ഷയെ ഞാൻ സ്വീകരിക്കുന്നു, ആ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ എനിക്കൊരു അനുഗ്രഹം കൂടി നൽകണം. കാരണം ഞാൻ വളരെയധികം തപിക്കുകയാണ്, അറിയാതെ ചെയ്തു പോയത് കൊണ്ട് ഞാൻ ദുഃഖിക്കുകയാണ്. അപ്പോൾ ഒരു അനുഗ്രഹവും അങ്ങ് എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ബൃഹസ്പതിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം പുഞ്ചികസ്ഥലയെ പിടിച്ചെണീപ്പിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ പേടിക്കേണ്ട. വാനര സ്ത്രീയായിട്ടുള്ള ജന്മം താഴ്ന്ന ജന്മമാണെങ്കിൽ കൂടി നീ അതിൽ ഒരുപാട് ഐശ്വര്യത്തെ സമ്പാദിക്കും. കാരണം സാക്ഷാത് മഹാദേവന്റെ തേജസ് തന്നെ നിന്റെ ഗർഭത്തിൽ നിന്നും ജനിക്കാൻ പോവുകയാണ്. ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യാനായിട്ട് മഹാദേവൻ ഒരു രൂപമെടുത്ത് ഭൂമിയിൽ വരാൻ പോവുകയാണ്. ആ രൂപത്തിന്റെ അമ്മയായി ഭവിക്കാനുള്ള ഭാഗ്യം നിനക്ക് വരും.
ആ മകന്റെ കീർത്തിയായിരിക്കും നിന്റെ കീർത്തിയായിട്ട് പരിണമിക്കുക. ആ മകനെ ഓർത്തുകൊണ്ട് ആൾക്കാർ നിന്നെയും ഓർക്കും. അപ്പൊ കാലാകാലം നിന്റെ നാമവും നിലനിൽക്കും. അത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മമായി അത് ഭവിക്കുമെന്ന് പറഞ്ഞ് ആ അമ്മയെ അനുഗ്രഹിച്ചു. പുഞ്ചികസ്ഥലയ്ക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയും ശ്രേഷ്ഠമായ അനുഗ്രഹം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആ ഗുരുവിനെ ഒന്നും കൂടി പ്രണമിച്ച് അവൾ വാനര സ്ത്രീയായിട്ട് ജനിച്ചു. അവിടെ അഞ്ജന എന്ന പേരാണ് അവൾക്ക് കിട്ടിയത്. കുറച്ച് പ്രായമൊക്കെ ആയപ്പോൾ കേസരി എന്ന് പറയുന്ന വാനരശ്രേഷ്ഠനെ അവൾ വിവാഹം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് പൂർവ്വജന്മം ഓർമ്മ വന്നു. താൻ ജനിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് അവൾ ഗ്രഹിച്ചു. ആ സമയത്ത് മഹാദേവന്റെ തേജസ്സിന് ജന്മം നൽകണമെങ്കിൽ അത്രയും ശക്തി ഉണ്ടാവണം, അത്രയും തപോബലം ഉണ്ടാവണം എന്ന് പുഞ്ചികസ്ഥല തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ തപസ് ചെയ്യാനായിട്ട് അവൾ പതിയുടെ അനുഗ്രഹം വാങ്ങി ഒരു പർവ്വതത്തിൽ ചെന്ന് അവിടെ ഒരു ഗുഹയിൽ വസിച്ചുകൊണ്ട് മഹാദേവനെ ഉപാസിക്കാൻ തുടങ്ങി. അതിഗംഭീരമായ ഉപാസനയാണ്. വളരെ സൂക്ഷ്മമായി മനസ്സിനെ ഏകാഗ്രമാക്കി മഹാദേവനിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള തപസ്സായിരുന്നു അവൾ അനുഷ്ഠിച്ചത്. ചുറ്റുപാടും എല്ലാം വിസ്മരിച്ചുകൊണ്ട് മഹാദേവൻ മാത്രം സത്യം എന്ന ഭാവത്തിൽ അവൾ ഇരുന്നു. ഒരുപാട് കാലങ്ങൾ ഇരുന്നു. മഹാദേവൻ അവളുടെ തപസ് അറിയുന്നുണ്ട്. പക്ഷെ തൻ്റെ തേജസ്സിനെ ധരിക്കാനുള്ള ത്രാണി, ആ ശക്തി അവൾക്ക് കിട്ടണം. അതിന് തപസ് കുറച്ചും കൂടി വേണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കാത്തിരുന്നു. ക്രമേണ അവൾ അർഹിക്കുന്ന തപസ് നേടിയെടുത്തു എന്ന് മഹാദേവൻ മനസ്സിലാക്കി. തൻ്റെ തേജസ്സിനെ ധരിക്കാനുള്ള ത്രാണി ഇപ്പോൾ അവൾക്കുണ്ട്. കാരണം മഹാദേവന്റെ തേജസ് എന്ന് പറയുന്നത് അത്രയും കഠിനമായ തേജസ്സാണ്. അതൊരു സാധാരണ സ്ത്രീക്കൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനെ താങ്ങാനുള്ള കരുത്ത് അവൾക്ക് കിട്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാദേവൻ വായു ഭഗവാനെ വിളിച്ചു. എല്ലായിടത്തും സഞ്ചരിക്കുന്നവനാണല്ലോ. ഉടനെ തന്നെ അദ്ദേഹം ഓടിയെത്തി സാഷ്ടാംഗം വീണ് മഹാദേവനെ പ്രണമിച്ചു. എന്നിട്ട് കൈകൂപ്പി നിന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് അടിയൻ ചെയ്യേണ്ടതെന്ന്. അപ്പൊ മഹാദേവൻ പറഞ്ഞു, എൻ്റെ തേജസ് ഭൂമിയിൽ അവതരിക്കേണ്ട സമയമായിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ മംഗളം ചൊരിയാൻ പോകുന്ന ആ രൂപം അവതരിക്കേണ്ടത് അഞ്ജന എന്ന് പറയുന്ന വാനര സ്ത്രീയിൽ നിന്നുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തേജസ് നിനക്ക് നൽകാം, നീ അത് കൊണ്ടുപോയി അഞ്ജനയിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് മഹാദേവൻ തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ തേജസ്സിനെ പുറത്തെടുത്ത് വായു ഭഗവാന് കൊടുത്തു. വായു ഭഗവാൻ വളരെ ശക്തിയുള്ള ആളാണ്. പക്ഷെ മഹാദേവന്റെ തേജസ്സിനെ താങ്ങാൻ വായു ഭഗവാന് പോലും സാധിച്ചില്ല. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ, പൊതുവേ നല്ല വേഗതയുള്ളവനാണ് വായു, അതിനേക്കാൾ വേഗതയിൽ അഞ്ജനയുടെ അടുത്തേക്ക് വായു ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് അഞ്ജനയുടെ ഗർഭത്തിൽ ആ തേജസ്സിനെ നിക്ഷേപിച്ചു. തൻ്റെ ഉള്ളിൽ തേജസ് വന്നു എന്ന് തിരിച്ചറിഞ്ഞ അഞ്ജന കണ്ണു തുറന്നു നോക്കുമ്പോൾ വായു ഭഗവാൻ നിൽക്കുന്നു. അദ്ദേഹത്തെ പ്രണമിച്ചു. വായു ഭഗവാൻ പറഞ്ഞു, മഹാദേവന്റെ തേജസ്സാണ് നിന്റെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് മഹാദേവന്റെ പുത്രൻ തന്നെയാണ് ഇവൻ. ഞാനും ഇവന് പിതാവായി തന്നെ ഭവിക്കും. കാരണം ഞാനാണല്ലോ ഈ തേജസ്സിനെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ എൻ്റെ പുത്രനായിട്ടും അവൻ അറിയപ്പെടും. അതുകൊണ്ട് മാരുതി എന്നവന് പേര് സിദ്ധിക്കും എന്ന് പറഞ്ഞു. ആ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ അനുഗ്രഹം വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് ചെന്നു. ക്രമേണ ഹനുമാൻ സ്വാമിയെ പ്രസവിച്ചു. ആ മാരുതി അഞ്ജനയുടെ മകനായിട്ട് പിറന്നതുകൊണ്ട് ആഞ്ജനേയൻ എന്നറിയപ്പെട്ടു. കേസരിയുടെ മകനായതുകൊണ്ട് കേസരി നന്ദനൻ എന്നും അറിയപ്പെട്ടു. അങ്ങനെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടു. നല്ല പഴുത്ത മാമ്പഴമാണെന്ന് കുട്ടിക്ക് തോന്നി. നല്ലൊരു മാമ്പഴം, എനിക്ക് നല്ലോണം വിശക്കുന്നല്ലോ, ഞാനത് പോയി ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടി എടുത്ത് ചാടി പറക്കാൻ തുടങ്ങി. സൂര്യന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട സമയത്ത് ദേവേന്ദ്രന് ഭയം തോന്നി. കാരണം ഇത് മഹാദേവന്റെ ശക്തിയാണ്. അപ്പൊ അസാധ്യമായി കുട്ടിക്കൊന്നുമില്ല. ഒരു പക്ഷേ സൂര്യനെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞാലോ എന്ന ഭയം ഇന്ദ്രന് തോന്നി. അതുകൊണ്ട് ഇന്ദ്രൻ തന്റെ വജ്രായുധം എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ നേർക്കയച്ചു. ആ വജ്രായുധം ആ കുട്ടിയുടെ ഹനുവിൽ വന്ന്, അതായത് താടിയെല്ലിൽ വന്ന് തട്ടി ആ കുട്ടി ബോധമറ്റുകൊണ്ട് ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായു അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന് ആ കുട്ടിയെ രണ്ട് കൈയിലും താങ്ങി ഭൂമിയുടെ അകത്ത് ചെന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഒളിഞ്ഞിരുന്നു. ലോകത്തിലുള്ള വായു സഞ്ചാരം മുഴുവൻ നിലച്ചു. പ്രാണികൾക്കൊക്കെ വളരെ താപമായി. എന്തു ചെയ്യണമെന്നറിയുന്നില്ല. ദേവന്മാർക്കൊക്കെ വിഷമമായി. ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വായുവിന്റെ അടുത്ത് വന്നു. ഇന്ദ്രൻ വായുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആ കുട്ടി സൂര്യന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ സൂര്യനെ ഇല്ലാതെയാക്കുമോ എന്ന് ഭയന്നാണ് ഞാനത് ചെയ്തത്, അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വായു ഭഗവാന്റെ ദേഷ്യം അടങ്ങുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഇതൊരു കുട്ടിയല്ലേ, അങ്ങക്ക് ഉപദേശിക്കാമായിരുന്നില്ലേ, തടയാമായിരുന്നില്ലേ, എന്തുകൊണ്ടാണ് വജ്രായുധം എയ്തത്? അതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് അടങ്ങാത്ത ദേഷ്യത്തോടു കൂടി ഇന്ദ്രനെ നോക്കി നിൽക്കുകയാണ്.
ഇന്ദ്രൻ എന്തു ചെയ്യണമെന്നറിയുന്നില്ല. ആ സമയത്ത് അവരുടെ ഇടയിൽ സാക്ഷാത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ വന്നതോടുകൂടി എല്ലാവർക്കും സമാധാനമായി. മഹാദേവൻ വായുവിൻ്റെ കയ്യിൽ നിന്നും ആ കുട്ടിയെ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ട് വായുവിനോട് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്, ഇവന് ഒരു അപകടവും സംഭവിക്കില്ല, ഞാനിതാ ഇവനെ അനുഗ്രഹിക്കുന്നു, ഇവൻ ചിരഞ്ജീവിയായി ഭവിക്കും എന്ന് പറഞ്ഞ ആ കുട്ടിയെ ഒന്ന് തലോടി. അപ്പോൾ ഹനുവിൻ മുറിവേറ്റിട്ടുണ്ട്, ആ പാടൊക്കെ മാഞ്ഞു. കുട്ടിക്ക് നല്ല പൂർവാധികമായിട്ടുള്ള ഊർജം കിട്ടി. കുട്ടി ഉണർന്നു നോക്കുമ്പോൾ സാക്ഷാത് മഹാദേവനാണ്. ആ ജടാധാരിയെ മുമ്പിൽ കണ്ടപ്പോൾ ആ കുട്ടി മഹാദേവനെ നമസ്കരിച്ചു. മഹാദേവൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുട്ടിയെ താഴെ വെച്ചു. കുട്ടി വായു ഭഗവാനെ അനുഗ്രഹിച്ചു. വായു ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, മനസ്സിന്റെ വേഗതയിൽ ചരിക്കാനുള്ള ശേഷി നിനക്കുണ്ടാവട്ടെ. അങ്ങനെ കുട്ടിക്ക് അനുഗ്രഹം കൊടുത്തു. കുട്ടി ദേവേന്ദ്രനെ നമിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു, എൻ്റെ വജ്രായുധമേറ്റ് നിന്റെ ഹനു മുറിപ്പെട്ടത് കൊണ്ട് ഇന്നു മുതൽ നീ ഹനുമാൻ എന്നറിയപ്പെടും. അതായത് വജ്രായുധമേറ്റിട്ടും നീ ജീവിച്ചു, അത്രയും കീർത്തി നിനക്കുണ്ടാവും. പോരാത്തതിന് നിനക്ക് ഞാൻ വജ്ര സമാനമായ ദേഹത്തെ നൽകുന്നു. നിന്റെ ദേഹത്തിന് ഇനി വജ്രത്തിന്റെ ബലമായിരിക്കും. എൻ്റെ വജ്രായുധം പോലും ഇനി നിന്റെ ദേഹത്തെ ഏൽക്കുകയില്ല, മുറിപ്പെടുത്തുകയില്ല. എന്തിനേയും പിളർക്കാനുള്ള സാമർഥ്യം വജ്രായുധത്തിനുണ്ട്. അതുപോലും ഏൽക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഇനി ഒരു ആയുധവും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന വരം കൊടുത്തു. ആഞ്ജനേയ സ്വാമിക്ക് സന്തോഷമായി, അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ബ്രഹ്മാവിനെ നോക്കി. ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ അസ്ത്രം, അതായത് ബ്രഹ്മാസ്ത്രവും നിന്നെ ബാധിക്കുകയില്ല, നിനക്ക് നല്ല അറിവുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അഗ്നിയുടെ നേർക്ക് ചെന്നു, അദ്ദേഹത്തെ നമസ്കരിച്ചു. അഗ്നി പറഞ്ഞു, വായു എന്ന് പറയുന്നത് എൻ്റെ ആത്മമിത്രമാണ്, എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് നീയും എനിക്ക് മകനെ പോലെയാണ്, അതുകൊണ്ട് ഞാനിതാ നിന്നെ അനുഗ്രഹിക്കുന്നു. അഗ്നിയുടെ ബാധ നിനക്കൊരു കാലത്തും ഉണ്ടാവുകയില്ല, അഗ്നി നിന്നെ ഒരു കാലത്തും തപിപ്പിക്കുകയില്ല. ആ കുട്ടിക്ക് സന്തോഷമായി. ആ കുട്ടി വരുണ ഭഗവാനെ തൊഴുതു. വരുണൻ അനുഗ്രഹിച്ചു, ഒരു കാലത്തും ജലത്തിൽ നിനക്ക് അപകടം സംഭവിക്കുകയില്ല. അങ്ങനെ ഓരോ ദേവതകളും ആ കുട്ടിയെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം മുഴുവൻ സമ്പാദിച്ചു കഴിഞ്ഞ് ആ കുട്ടി സൂര്യഭഗവാന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. സൂര്യഭഗവാൻ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള അറിവ് മുഴുവൻ ഞാൻ നൽകാം. കുട്ടിക്ക് വളരെ സന്തോഷമായി. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങയുടെ അടുത്ത് വന്ന് വിദ്യ അഭ്യസിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ആ കുട്ടി വായുവിനോടൊപ്പം തിരിച്ച് അഞ്ജനയുടെ അടുത്ത് ചെന്നു. അഞ്ജനയോട് നടന്ന കാര്യങ്ങളൊക്കെ വായു ഭഗവാൻ പറഞ്ഞു. ഹനുമാൻ എന്ന പുതിയ പേര് അവന് കിട്ടിയ കാര്യം പറഞ്ഞു. അഞ്ജനയ്ക്ക് വളരെ സന്തോഷമായി, ആശ്ചര്യമായി. അങ്ങനെ അമ്മ ആ കുട്ടിയെ വളർത്താൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള സമയമായി. കുട്ടി പറഞ്ഞു, സൂര്യഭഗവാനാണ് എൻ്റെ ഗുരു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സൂര്യഭഗവാന്റെ അടുത്ത് ചെന്നു. സൂര്യഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്ക് എല്ലാം ഉപദേശിക്കാൻ സന്നദ്ധനാണ്, പക്ഷെ എനിക്ക് സദാ ചരിച്ചു കൊണ്ടിരിക്കണം, ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ലോകത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ ഞാനാണ്. അപ്പോൾ എൻ്റെ വേഗതയിൽ എന്നോടൊപ്പം ചരിക്കാൻ നിനക്ക് സാധിക്കണം, എങ്കിൽ എല്ലാ വിദ്യയും ഞാൻ നൽകാം. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് സൂര്യന് അഭിമുഖമായി സൂര്യനോടൊപ്പം തന്നെ പിന്തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഗമിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് സൂര്യനിൽ നിന്നും എല്ലാ വിദ്യയെയും അഭ്യസിച്ചു. സൂര്യന് വളരെ സന്തോഷമായി. കാരണം ഗുരുക്കന്മാർക്ക് നല്ല ശിഷ്യന്മാരെ കിട്ടിയാൽ വളരെ സന്തോഷമാണ്. അവരുടെ ഉള്ളിലുള്ള അറിവ് മുഴുവൻ മറ്റൊരാളിൽ സ്ഥാപിക്കാൻ പറ്റുന്നു എന്നുള്ള സന്തോഷം. അപ്പോൾ വളരെ സന്തോഷമായി. ആ കുട്ടിയെ അനുഗ്രഹിച്ചു. മഹാപണ്ഡിതനായി ഭവിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എൻ്റെ തേജസ്സും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. കുട്ടി പറഞ്ഞു, അങ്ങ് എനിക്ക് ഇത്രയും ക്ഷമയോടുകൂടി വിദ്യ നൽകി, അതിന് ദക്ഷിണയായിട്ട് ഞാൻ എന്താണ് തരേണ്ടത്? അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, ഭാവിയിൽ എൻ്റെ പുത്രൻ സുഗ്രീവൻ എന്ന പേരിൽ നിന്നെ സമീപിക്കും. ആ സമയത്ത് അവൻ ആവശ്യമുള്ള സഹായം നീ ചെയ്തു കൊടുക്കുക, അവൻ്റെ മിത്രമായിട്ട് നീ വസിക്കുക എന്ന് പറഞ്ഞ് ദക്ഷിണ ചോദിച്ചു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ആഞ്ജനേയ സ്വാമി മടങ്ങി ഭൂമിയിലേക്ക് വന്നു. കുട്ടിയാണ്, അറിവൊക്കെ നേടിയിട്ടുണ്ട്, നല്ല ബലമുണ്ട്, പക്ഷെ കുട്ടിക്കളിയുമുണ്ട്, വികൃതിയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കും. അദ്ദേഹം ഒരു ചാട്ടം ചാടിയാൽ തന്നെ ഭൂമി കുലുങ്ങാൻ തുടങ്ങും. വെറുതെ ഒരു വൃക്ഷത്തെ തള്ളിയാൽ വൃക്ഷം കടപുഴകി വീഴാൻ തുടങ്ങും. അങ്ങനെ ഓരോ വിക്രിയകൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ കാട്ടിലുള്ള മുനികൾക്കൊക്കെ വല്ലാത്ത ശല്യമായി. അവർക്ക് അദ്ദേഹത്തിന്റെ ശക്തിയൊന്നും താങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് മഹാദേവനാണെന്ന് അവർക്കറിയാം. അപ്പൊ കുട്ടിയെ ശപിക്കാൻ പറ്റില്ല, ദണ്ഡിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത്രയും അധികം ശക്തിയെ താങ്ങാനുള്ള ഒരു പ്രായം ആ കുട്ടിക്കായിട്ടില്ല. ഇപ്പോഴും ചപലമായ മനസ്സാണ്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് ആ പക്വതയൊക്കെ വരുമ്പോൾ ഈ ശക്തി കിട്ടിയാൽ മതി എന്ന് കരുതി ആ കുട്ടിയോട് അവർ പറഞ്ഞു, നീ നിന്റെ ശക്തിയെ മറന്നുപോകും. ഇനി മുതൽ നിനക്ക് നിന്റെ ബലമൊന്നും ഓർമ്മയുണ്ടാവുകയില്ല. ഭാവിയിൽ ഒരാൾ നിന്നെ ഓർമ്മപ്പെടുത്തും. ആ സന്ദർഭത്തിൽ നിനക്ക് അതിനുള്ള പക്വത വന്നു കഴിയുമ്പോൾ ആ ശക്തികളെല്ലാം നീ തിരിച്ചെടുക്കും. പിന്നെ നീ ശക്തിയോടുകൂടി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞ് അവർ
ഹനുമാൻ സ്വാമിയെ വാസ്തവത്തിൽ അനുഗ്രഹിച്ചു. അതൊരു ശാപമല്ല, കാരണം ഹനുമാൻ സ്വാമിയുടെയും ലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വരം കിട്ടിയതോടുകൂടി തൻ്റെ ശക്തിയൊക്കെ മറന്നൊരു സാധാരണ വാനരനെ പോലെ ഹനുമാൻ സ്വാമി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അദ്ദേഹം സുഗ്രീവനെ കണ്ടുമുട്ടി. ഇപ്പോൾ ഗുരുവിന് കൊടുത്ത വാക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ട് കഴിഞ്ഞു. ബാലി പുറത്താക്കിയപ്പോൾ സുഗ്രീവന്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചു. പിന്നീട് രാമനുമായി സഖ്യം നടത്തി കൊടുത്തു. രാമൻ ബാലിയെ വധിച്ചു. അത് കഴിഞ്ഞ് രാമകാര്യാർത്ഥം ലങ്കയിൽ ചെന്നു. സീതാദേവിയെ കണ്ടു, കാര്യമൊക്കെ പറഞ്ഞു. ലങ്കാദഹനം നടത്തി മടങ്ങി വന്നു. രാമനെയും സൈന്യത്തെയും വഴികാട്ടിയായി ലങ്കയിൽ എത്തിച്ച് അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. ക്രമേണ രാമനോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ രാമനെ കുറേ കാലം സേവിച്ചു. അത് കഴിഞ്ഞ് രാമഭക്തർക്ക് വേണ്ടി അദ്ദേഹം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥ. അദ്ദേഹത്തിൻ്റെ ലീലകളൊക്കെ നമുക്കൊക്കെ അറിയാം. രാമായണത്തിൽ വരുന്ന ലീലകളൊക്കെ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം ലീലയാടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ പേരുകളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആഞ്ജനേയായ, അഞ്ജനയുടെ മകനായിട്ട് വന്നു. വായുപുത്രായ, വായുവിൻ്റെ മകനായിട്ട് വന്നു. ഹനുമാൻ, ഹനു ഇവിടെ താടിയല്ലിൽ വജ്രം തട്ടിയതുകൊണ്ട് ഹനുമാൻ എന്ന പേര് കിട്ടി. ഇങ്ങനെ ഈ 3 പേരിനും നമുക്ക് കഥാഭാഗത്തിൽ അർത്ഥം പറയാം. ഇനി നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ആഞ്ജനേയ എന്ന ശബ്ദം, അഞ്ജന എന്ന ശബ്ദം 5 ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് വ്യക്തമാക്കുക എന്നൊരു അർത്ഥത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ വ്യക്തമാക്കുന്നവനാണ് അഞ്ജന, ആ ഭാവത്തിലുള്ളവൻ ആഞ്ജനേയൻ. അപ്പോൾ വ്യക്തമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവ്യക്തമായതിനെ വ്യക്തമാക്കുന്നതാര? ഗുരുവാണ്. അപ്പോൾ ഗുരുവിന്റെ ഭാവമാണ് ആഞ്ജനേയൻ എന്ന ഭാവം. ആ ഭാവത്തിൽ ഇരിക്കുന്നവനാണ് സാക്ഷാത് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് ആഞ്ജനേയനാണ്. അതായത് ഇവിടെ വിദ്മഹേ എന്ന് പറയുമ്പോൾ അറിയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള അറിവ് മുഴുവൻ പ്രദാനം ചെയ്യുന്ന ഗുരുഭാവത്തിൽ ഇരിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയെ അറിയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം ആ ഹനുമാൻ സ്വാമിയെ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ അറിവും ലഭിക്കും. അപ്പം അതുകൊണ്ട് ആഞ്ജനേയ ശബ്ദത്തിന് ഗുരുഭാവത്തിൽ ഇരിക്കുന്നവൻ എന്ന് സൂക്ഷ്മാർത്ഥം പറയാം. അത് കഴിഞ്ഞ് പറയുന്നു വായുപുത്രായ, സാമാന്യാർത്ഥം വായുവിന്റെ മകനായിട്ട് അവതരിച്ചവൻ. ഇനി സൂക്ഷ്മാർത്ഥം നോക്കിയാൽ വായുപുത്രനായിട്ടുള്ളവൻ, അതായത് വായുവിന്റെ പിതാവിന്റെ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വായുപുത്രൻ എന്നർത്ഥം വരും. ഇവിടെ വായു എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രാണങ്ങളെയാണ്, നമ്മുടെ ഉള്ളിൽ ചലിക്കുന്ന പ്രാണങ്ങൾ. ഈ പ്രാണശക്തിയുടെ ചലനം ഉണ്ടാവുന്നത് അകത്ത് തേജോ രൂപത്തിൽ ആത്മാവ് ശോഭിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആത്മാവിന്റെ സ്വാധീനത്തിൽ ചലിക്കുന്ന ശക്തിയാണ് ഈ വായു എന്നുള്ളത് കൊണ്ട് ആത്മാവിന്റെ പുത്രഭാവം വായുവിന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആത്മഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് വായുപുത്രനാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിലാണ് പ്രാണൻ സഞ്ചരിക്കുന്നത്. പല പ്രക്രിയകളും പ്രാണൻ ചെയ്യുന്നത് ആത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. ആ ആത്മാവിനെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഗുരുരൂപത്തിലിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്നും അറിവ് സമ്പാദിച്ച് സ്വരൂപത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ആത്മഭാവത്തിലുള്ള അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ധ്യാനത്തിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് വായുപുത്രായ ധീമഹി എന്ന പദത്തിൽ നിന്നും ഗ്രഹിക്കണം. അത് കഴിഞ്ഞ് ഹനുമാൻ എന്നാണ് വിളിക്കുന്നത്. ഹനുവിൽ വജ്രം തട്ടിയതുകൊണ്ട് ഹനുമാൻ എന്ന പേര് കിട്ടി. പ്രസിദ്ധാർത്ഥം സൂക്ഷ്മമായി നോക്കിയാൽ നല്ല ഹനു ഉള്ളവൻ. ഹനു എന്നാൽ താടിയെല്ലാണ്. അപ്പൊ നല്ല താടിയെല്ലുള്ളവനാണ് ഹനുമാൻ. നല്ല താടിയെല്ല് ആർക്കാ ഉണ്ടാവുക? നല്ല ബലമുള്ളവർക്കാണ്. നല്ല ദേഹത്തിന് നല്ല ബലമുള്ള ആൾക്കാർക്ക് നല്ല വ്യക്തമായി കാണാവുന്ന ജോ ലൈൻ ഉണ്ടാവും. അപ്പൊ നല്ല ഹനു ഉണ്ടാവും. അപ്പൊ ഹനുമാൻ എന്ന ശബ്ദം കൊണ്ട് നല്ല ബലമുള്ളവനാണെന്നാണ് പറയുന്നത്. ആ ബലമുള്ളവൻ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഉള്ളിൽ ബുദ്ധിഭാവത്തിൽ ശോഭിക്കുന്നവനെയാണ് വിളിക്കുന്നത്. കാരണം ബുദ്ധിക്ക് നല്ല ബലമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രചോദനം മുഴുവൻ ലഭിക്കും. മനസ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ നല്ല രീതിയിൽ വ്യവഹരിക്കണമെങ്കിൽ ബുദ്ധി ബലത്തോടു കൂടി നിൽക്കണം. അപ്പോൾ നല്ല ബലമുള്ളവനാണ് ഹനുമാൻ എന്ന് വിളിക്കുമ്പോൾ ആ ബലത്തെ എൻ്റെ ബുദ്ധിക്ക് നൽകിയാലും എന്നർത്ഥം ഇവിടെ പ്രചോദയാത് എന്ന ശബ്ദത്തിൽ നിന്നും ഗ്രഹിക്കണം. ഹനുമാൻ സ്വാമി എന്നെ പ്രചോദിപ്പിച്ചാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും, ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായി പല അനുഭവങ്ങളും എന്നെ തേടി വരും. ചിലത് എന്നെ സുഖിപ്പിക്കും, ചിലത് എന്നെ ദുഃഖിപ്പിക്കും. അതൊക്കെ താങ്ങാനുള്ള ത്രാണി എനിക്ക് ബലവാനായ ഹനുമാനായ അങ്ങ് തന്നെ നൽകണം. അത് താങ്ങിക്കൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള ശേഷിയും എനിക്കുണ്ടാവണം, അതിനുള്ള ബലവും എനിക്കുണ്ടാവണം. അങ്ങനെ മോക്ഷത്തെ നേടാനും എനിക്ക് സാധിക്കണം. അപ്പം നല്ല ജീവിതത്തിനായിക്കൊണ്ട് എന്നെ പ്രചോദിപ്പിച്ചാലുമെന്ന് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്.
ഇതാണ് ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം. ഇങ്ങനെ രണ്ട് രീതിയിലും ഈ മന്ത്രം ജപിക്കാം. ഓം ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാത്. ഈ മന്ത്രത്തെ അർത്ഥമറിഞ്ഞ് ജപിക്കാൻ പരമാവധി ശ്രമിക്കുക. അർത്ഥമറിയുന്നില്ലെങ്കിൽ പോലും ഈ മന്ത്രം ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ടും ജപിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ ഒരു രൂപത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നിർത്തി ആ രൂപത്തിനുള്ള അർച്ചനയാണ് ഈ മന്ത്രം എന്ന രീതിയിൽ ജപിക്കാം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം അപ്പോഴും ഉറപ്പായും കിട്ടും. ഇതിൻ്റെ അർത്ഥം ഗുരുഭാവത്തിലുള്ളവനാണല്ലോ അദ്ദേഹം, ക്രമേണ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി തരും. അപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ആണെങ്കിലും ഈ മന്ത്രം ജപിക്കണം. ഇതിലെ ക്രിയാപദങ്ങളിൽ നിന്നും ഇത് കൂട്ടമായി ജപിക്കേണ്ട മന്ത്രമാണെന്ന് ഗ്രഹിക്കണം. ഇപ്പോൾ കൂട്ടമായി ജപിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ് ജപിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി താൻ പ്രതിനിധിയായി ജപിക്കുന്നു എന്ന ഭാവത്തിൽ ജപിക്കാം. ഭക്തർക്ക് വേണ്ടി പ്രതിനിധിയായി, അപ്പോൾ ലോകം മുഴുവനുള്ള ഭക്തർക്ക് വേണ്ടി ലോകമംഗളാർത്ഥം ജപിക്കുന്നു എന്ന തലത്തിലും ജപിക്കാം. അങ്ങനെ ജപിക്കേണ്ട മന്ത്രമാണ്. അത് ജപിക്കാനുള്ള ഭാഗ്യം ആ ഹനുമാൻ സ്വാമിയുടെ കൃപ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മന്ത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ആഞ്ജനേയൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ ജയ ബജരംഗ ബലി. ആഞ്ജനേയ സ്വാമിയെ ശരണം, ഹനുമാനേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.